ഇത് ഏബലിന്റെ പപ്പ ഷിജിൽ എന്ത് ചെയ്യുന്നു? പാസ്റ്ററാണ്. രാജസ്ഥാനിൽ കർത്താവിന്റെ വേല ചെയ്യുകയാണ്. ഷിജില് ഒരു ദിവസം വീട്ടിന് പുറത്ത് സ്കൂളിൽ നിന്നും വരികയായിരുന്നു. ആളുകൾ ചോദിച്ചല്ലോ ഇപ്പൊ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോന്ന്. ഷിജില് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴി കടയുടെ മുൻപിൽ ആളുകളെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, നിന്റെ പപ്പ ഇപ്പോഴും അവിടെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ടോ? ഷിജിൽ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്. വീണ്ടും ഈ കൊച്ചുകുട്ടിയോട് അവരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, കൂടുതൽ അറിയണമെങ്കിൽ മേരെ പപ്പ സെ പൂച്ച് ലീജിയേഗ, കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ പപ്പായോട് ചോദിക്കാം. കഴിഞ്ഞ ഏതാണ്ട് 20 വർഷമായിട്ട് ഷിജിൽ പാസ്റ്റർ കർത്താവിന്റെ വേലയിലാണ്. 4, 5, 6 വീടുകൾ മാറി. ഇന്നലെ ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞു, ഈ വീടും മാറേണ്ട സമയമായി. കർത്താവിന്റെ വേലയുമായി ഏറ്റവും അത്യാവശ്യമുള്ള സ്ഥലത്തേക്ക് വരുമ്പോഴത്തെ അവർ അനുഭവിക്കുന്ന അവരുടെ അനുഭവങ്ങൾ, പല ദിവസങ്ങൾ, ഒരു ആഴ്ച മുഴുവൻ പട്ടിണി കിടന്നിട്ടുണ്ട്. ഭാര്യയുടെ മാതാവ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്നു. അങ്ങനെ പട്ടിണി കിടക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഇവനെ പട്ടിണി കിടന്നത്? സുവിശേഷ വേല നിമിത്തം. ഇത് ഒരാൾക്ക് മാത്രം ഉണ്ടാകുന്ന, ഒരു തവണ മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. അതെ, എതിർപ്പുകൾ പലതവണ എതിർപ്പുകളിലൂടെ കടന്നുപോകും. ഓരോ ഞായറാഴ്ചയും ആരാധന എതിർപ്പിന്റെ മധ്യത്തിലാണ് നടക്കുന്നത്. എത്രയോ ഗ്രാമങ്ങളിൽ നിന്നും തന്നെ ഓടിച്ചു വിട്ടു. ഇപ്പോൾ ആരാധന നടക്കുന്നത് എപ്പോഴാണ്? അടുത്തുള്ള കടകൾ തുറക്കുന്നതിന് മുൻപ് ആരാധന അവസാനിപ്പിക്കണം. അങ്ങനെയാണോ? അടുത്തുള്ള കടകൾ തുറക്കുന്നതിന് മുൻപ് ആരാധന അവസാനിപ്പിക്കണം. ഇപ്പോൾ വാടകയ്ക്ക് വീടെടുത്തിരിക്കുന്ന ആ വീടിന്റെ ഓണർ മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് അറിയില്ല ഇവിടെ ഇങ്ങനെയൊരു ആരാധന നടക്കുന്നുണ്ടായിരുന്നുള്ളത്. കഴിഞ്ഞ 20 വർഷമായി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹത്തിന് മെഡിസിന്റെ ആവശ്യമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മെഡിസിനൊക്കെ എടുക്കുന്നുണ്ടോ? പറഞ്ഞു, ചിലപ്പോഴൊക്കെ എടുക്കാൻ പറ്റാറില്ല. അത് അത്യാവശ്യമായിട്ട് എടുക്കുന്ന മെഡിസിനാണ്. എന്താണ് എടുക്കാത്തത്? അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്നും വാക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലായി, അതിനുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. ഷിജിൽ പാസ്റ്റർ ദിഖായിയെ, ഉൻകോ ദിഖായിയെ. ഷിജിൽ പാസ്റ്ററും ഭാര്യ അനുവും ഏബലും അലിഷയും ഈ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഇന്നലെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവർക്ക് വീടില്ല, എന്നാൽ തനിക്ക് ഒരാഗ്രഹമുണ്ട്, ആരാധനയ്ക്ക് ആളുകൾ ഓടിച്ചു വിടാത്ത തരത്തിലുള്ള ഒരു ആരാധനയ്ക്കുള്ള ഒരു അവസരം. അതെ, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നു, നിന്റെ പുറത്തെ വയലിലെ നിന്റെ വേല തീർക്കുക, പുറത്തെ നിന്റെ പണികൾ തീർക്കുക. നമ്മൾ പുറത്തെ പണികൾക്കാണോ പ്രാധാന്യം നൽകുന്നത്, അതോ നമ്മുടേതു മാത്രമായ നമ്മുടെ ആവശ്യങ്ങൾക്കാണോ? നമുക്ക് പുറത്തെ പണികൾ ശ്രദ്ധിക്കാം. അത്യാവശ്യമുള്ള ഇടങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുന്നവർ, അവരെ ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരെ വന്ന് കാണാം, അവരോടൊപ്പം ചില ദിവസങ്ങൾ പങ്കിടാം. ഞങ്ങൾ എന്തിനാ വരുന്നത്? പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും പോകേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. അദ്ദേഹം പ്രവർത്തിക്കുന്ന സ്ഥലം ജോധ്പൂർ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും പ്രയാസമുള്ള ഒരു സ്ഥലം. അവിടെ വീട്ടിൽ വന്നാൽ ആരും ഒന്നും ചെയ്യില്ല. ഒരു ദിവസം ചില മണിക്കൂറുകൾ അവിടെ വന്നാൽ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. എതിർപ്പുകളിലൂടെ കടന്നു പോകുന്ന ദൈവദാസന്മാർ, അവരുടെ വേല, നമ്മളാണ് അവരുടെ പാർട്ട്നേഴ്സ്, നമ്മളാണ് അവരെ അറിയേണ്ടവർ, നമ്മളാണ് അവരോട് കൂടെ നിൽക്കേണ്ടവർ. ഇതാ ഏബലിനോട് ചോദിച്ചു, എൻ്റെ അപ്പൻ ഇപ്പോഴും ദൈവവചനം പഠിപ്പിക്കുന്നുണ്ടോ? അവര് മനസ്സിലായി ആ ചോദ്യം
അത്ര സുഖകരമായൊരു ചോദ്യമല്ല. അവൻ പറഞ്ഞു, പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടുതൽ അറിയണമെങ്കിൽ പപ്പായോട് ചോദിക്കാം. നമുക്കൊരു പപ്പ മുകളിലുണ്ടല്ലോ. എന്താ നമ്മുടെ പപ്പ പറയുന്നേ? നീ എങ്ങോട്ടും പോകണ്ടെന്നാണോ? അതോ ഇത്തരം സാഹചര്യങ്ങളൊക്കെ അറിയണമെന്നും അവരോടൊക്കെ ഒപ്പം ചേർന്ന് നിൽക്കണമെന്നുമാണോ? നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ പപ്പായോട് ചോദിക്കാം, ദൈവമേ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഗോഡ് ബ്ലസ് യു.